ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസൊണേഷൻ സംഭവിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ റെസൊണേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ ഇട്ടേക്കുക. ഓക്കെ. മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട്, കണ്ടിട്ട് വരാം കേട്ടോ. Anyways, angels, what you need to hear.
സൺ കാർഡ്. നല്ലൊരു എനർജി കാണാനുണ്ട്. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും പകച്ചു നിന്നിരുന്ന വ്യക്തികളാണ്. എന്ത് ചെയ്യണം, ഇനി അടുത്തതായിട്ട് ഞാൻ എന്തിലേക്ക് പോകണം, ഏതൊരു രീതി ഞാൻ സെലക്ട് ചെയ്യണം, ഏത് പാത ഞാൻ തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഭയങ്കരമായിട്ടൊരു വിഷമാവസ്ഥയിലൊക്കെ ഇരുന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതിൽ നിന്നൊക്കെ കരകയറി ഒരു സൺ എനർജി നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ അത്രയും മാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു എന്ന് വേണം കരുതാനായിട്ട്. കടം കൊണ്ടായിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു അവസരമായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് വന്നവരാണ് നിങ്ങൾ. ഒരുപാട് അനുഭവിച്ചു. ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് വേണം ഒരു വിധം നോക്കിക്കഴിഞ്ഞാൽ പറയാനായിട്ട്. ചെറുപ്പം മുതലേ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഭാഗ്യം അനുഭവിച്ചു വന്ന വ്യക്തികളായിരുന്നു. കുറച്ചൊരു ടൈം കഴിഞ്ഞപ്പം കംപ്ലീറ്റ് നിങ്ങൾക്ക് നഷ്ടമായി. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എല്ലാം പോകുന്ന അവസ്ഥയൊക്കെ വന്നിരുന്നു. ചിലർ ആദ്യം മുതലേ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നവരാണ്. ആൻഡ് ഇപ്പോഴാണ് നിങ്ങളൊരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു എനർജി, ഒരു കഴിവ്, ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് ഓൾമോസ്റ്റ് നിങ്ങൾ ഇപ്പോഴാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നേടിയെടുത്തു തുടങ്ങിയത് ഇപ്പോഴാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവണം. ലോൺലിനെസ് ഒട്ടും പറ്റില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലും സഹായിക്കാനുണ്ടാവണം, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഒന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണം. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരുന്നു. പക്ഷേ ജീവിച്ച് ഓൺ ദ വേ നിങ്ങൾ പഠിച്ചു ജീവിതം എന്താണ്. ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് സഫർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകണം, അതാണ് ജീവിതം എന്ന് നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങളെ ഒരുപാട് ലെസൺസ് പഠിപ്പിച്ച ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. ആൻഡ് ഇനിയും വരാനുണ്ട് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അവരെല്ലാം നല്ല നല്ല ലെസൺസ് നിങ്ങളെ പഠിച്ച് നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകും. നിങ്ങൾ എന്നും എക്കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള പല ആളുകളും മൂട്ടിലെ പൊടിയും തട്ടിപ്പോയിട്ടുള്ള അവസ്ഥകൾ വരും. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ്, മനസ്സിലായോ? ഒരാളുടെയും കാലിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് കൊടുക്കരുത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതമൊന്നും. നിങ്ങൾ പവറായിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ എല്ലാ എനർജീസും സിങ്ക് ആവുന്നത്. നിങ്ങളോട് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയുള്ള നിങ്ങൾക്കുള്ള എബിലിറ്റിയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക എന്നൊക്കെ അതൊന്നും എനിക്ക് നടക്കണ പണിയല്ല എന്ന് പറഞ്ഞ് മാറാതെ നിങ്ങൾ ഫുൾ മൂൺ ടൈമിൽ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവായിരിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ത്രൂ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയവർ നിങ്ങളെ അന്വേഷിച്ച് തിരികെ വരുന്ന അവസ്ഥ വരുന്നുണ്ട്. നിങ്ങളെ ആഗ്രഹിച്ച് നിങ്ങളെ തിരിച്ച് വിളിക്കുന്നവരുണ്ട്. ആൻഡ് നഷ്ടപ്പെട്ടു പോയതിനെ ഇനി ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചവിട്ടിയെരിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പിന്നെ കാണുന്ന മെസ്സേജാണ് നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ്. പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ പുതിയ തീരുമാനങ്ങളെടുത്ത് പുതിയ ഡിസിഷൻസ് എടുത്ത് പുതിയ ലൈഫിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ആൻഡ് പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തെല്ലാം നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ വിഷമത്തോടെ നോക്കി കണ്ടിരുന്ന വ്യക്തികളാണ്. ഇനി എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നൊക്കെ അറിയാതെ വിഷമിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. പക്ഷേ ഇനി 1 രൂപ കിട്ടിയാലും അത് എങ്ങനെ ചിലവാക്കണം, ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്ന് വളരെ പെർഫെക്റ്റായിട്ട് അറിയുന്ന വ്യക്തികളാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ, ചലനശേഷി ഇല്ലാതെ, അതായത് ഫ്രീസിങ് ഒരവസ്ഥ, ഫ്രീസ് ചെയ്ത പോലെ ചിന്തകൾ മാത്രം, ഓർമ്മകൾ മാത്രം, അങ്ങനെയൊക്കെ ഇരുന്നിരുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലേക്ക് പോകുകയാണ്. നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരില്ല എന്നുള്ള ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടെയും അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും ചിന്തിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ വിട്ട് ഒരുപാട് ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ടോക്സിക് ആണ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾക്കുള്ള നിങ്ങളുടേതായ നല്ലൊരു വേ യൂണിവേഴ്സ് തുറന്നിട്ടുണ്ട്. ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ വേറെ 10 വാതിൽ അപ്പുറത്ത് തുറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മുടെ സക്സസ്സും കിടക്കുന്നത്. സോ ഒരു റിയൂണിയനൊക്കെ കാണുന്നുണ്ട്. സോ നിങ്ങളത് പ്രഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വിലപ്പെട്ട രീതിയിൽ നിങ്ങളത് കാണുക. നിങ്ങൾ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പോലെ നിങ്ങളുടെ എനർജി കിടക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, തീരുമാനം എടുക്കാനുള്ള കെൽപ്പ്, ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സാഹചര്യം വന്നാലും അത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒരു ഡിസിഷൻ എടുത്താൽ അതുമായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾ വേണ്ടാന്ന് വെച്ചൊരു നിങ്ങളെ തിരികെ തേടി വരുന്ന അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ സ്നേഹം ആവശ്യമില്ലെങ്കിൽ പുറംകാലം കൊണ്ട് ഷൗട്ട് എറിയുക. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിലും വലിയ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. കുറേ പേർക്ക് നിങ്ങൾ അർഹിക്കുന്ന ജീവിതം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു റിയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അർഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അവരില്ലാതെ പറ്റില്ല, അവരുടെ ഓർമ്മകൾ അലട്ടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. ആൻഡ് കുറേയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ കാര്യങ്ങൾ, അവരുടെ ഹെൽപ്പ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ പീപ്പിൾസിൻ്റെ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾക്ക് പീപ്പിൾസിൻ്റെ ഹെൽപ്പില്ലാതെ, മറ്റാരുടെയും ഹെൽപ്പില്ലാതെ നിങ്ങൾ കിടന്ന് കൈയും കാലും ഇട്ടടിച്ച അവസ്ഥകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങളൊരു പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ പോവുകയാണ്. അതിന് നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവുന്നു, പുതിയ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു, പുതിയ ആളുകളുമായിട്ട് നിങ്ങൾ കാണുന്നു. ചിലപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നതായിരിക്കാം, ജോബ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് പുറത്ത് മറ്റെവിടെയെങ്കിലും പോകുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെയും കണ്ടത്. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വേണ്ട വിധത്തിൽ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേക്കും അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ മുൻപിൽ ഒരുപാട് സയൻസ്, ലിറ്ററലി നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സയൻസ് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ആലോചിക്കുന്ന പോലുമില്ല. ഒരുപാട് സയൻസ് നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് കൊണ്ടുതരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാതെ മാറ്റി നിർത്തണം. അപ്പോൾ ഈ സയൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ സിമ്പിൾസിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഒരു പുതിയ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. ആരുണ്ട് ആരില്ല ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടേതായ രീതി, നിങ്ങളുടേതായ ലൈഫ് നിങ്ങൾ ജീവിച്ച് തീർക്കുക. മറ്റുള്ളവരുടെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോവുക. ഹെൽപ്ഫുള്ളായിട്ടുള്ള പീപ്പിൾസ് ഒരുപാട് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. യൂണിവേഴ്സ് പറയുന്നത് യെസ് എന്നാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. കണ്ടോ, നിങ്ങളെടുത്ത ഡിസിഷൻ എന്താണോ അതുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. യൂണിവേഴ്സിൻ്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ്. ആൻഡ് ലെറ്റ് ഗോ ചെയ്യാനുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുക. ലെറ്റ് ഗോ ഈസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു ഗൈസ്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക. ആ ലെറ്റ് ഗോ വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എയിം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ 3 ചാനൽസും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3 സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പ്രയറിൽ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒരു ലൈക്കും കൂടെ തരണേ. ടാറ്റാ ബൈ ബൈ, സീ യു.